നമ്മളിന്നൊരു താളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്തുള്ളത് ചെമ്പരത്തി പൂവ്, തുളസി ഇല, പിന്നെ ചെമ്പരത്തിയുടെ ഇല, പിന്നെ ഞാനിത് ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ തന്നെ പേരയില. ഈ 3 കാര്യങ്ങളായിട്ടിരുന്നത്. ഇതിനകത്ത് വേണമെങ്കിൽ കൊച്ചുള്ളി കൂടി ഇടാം. കൊച്ചുള്ളി എല്ലാവർക്കും തലയിൽ സ്യൂട്ട് ആവണമെന്നില്ല. ഞാനിപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇടുന്നത്. ഈ 3 കാര്യങ്ങൾ വെച്ച് നമുക്കൊരു താളി ഉണ്ടാക്കാം. ആദ്യം ഇതിപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ പിച്ചിട്ട് ഒന്ന് കഴുകി ഒരു പാത്രത്തിലോട്ട് വാരി വെച്ചേക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഇത് അരയിച്ച് പാടാണെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം, ലേശം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ലേശം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. നമുക്കിത് അരച്ചിട്ട് എടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ അരച്ച് വെച്ചതിനകത്തോട്ട് നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണ, ഇതിപ്പോൾ ഞാൻ കാച്ചിയ എണ്ണയാണ്. കാച്ചിയ എണ്ണ നമുക്ക് അതോട്ട് ലേശം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ലേശം, ഒരുപാടൊന്നും വേണ്ട, കുറച്ച്. ഞാനിപ്പോൾ ഈ ഒരു അടപ്പിന് ഒരടപ്പാണ് ഒഴിച്ചേക്കുന്നത്. അത് വെച്ച് മുറിയാൻ ഒരുപാട് ഡ്രൈ ആയി പോകാതിരിക്കാനാണ്. അത് വെച്ചിട്ട് നമുക്ക് നല്ലോണം പരട്ടാം. ഇതിപ്പോൾ ഞാൻ ഇത്രയും ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ 2 പേർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരാൾക്കാകുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി എടുക്കണ്ട. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കയ്യെ വെച്ച് തന്നെ മിക്സ് ചെയ്യുന്നത് നല്ല. കയ്യേക്കാൾ വലിയ സ്പൂണൊന്നും ഇതിന് എണ്ണ എല്ലായിടവും വരുന്ന രീതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഇച്ചിരി നേരം തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഈ താളി പരട്ടാം. അങ്ങനെ ആയാലും മതി. രണ്ടും ഏകദേശം ഒരു എഫക്റ്റൊക്കെ തന്നെ. നമ്മൾ നല്ലതായിട്ടൊന്ന് എടുക്കാം. ഇതിന് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം. ഏറ്റവും നല്ലതാണ് താരന്, മുടി കൊഴിച്ചിൽ, പിന്നെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. ഏറ്റവും നല്ലത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.